നമ്മുടെ മനസ്സ് പലപ്പോഴും പറന്നു നടക്കുകയാണ്. ചിലപ്പോൾ കഴിഞ്ഞ കാലത്തെ ഓർമ്മകളായും മറ്റു ചിലപ്പോൾ ഭാവിയെ പറ്റിയുള്ള ആകുലതകളായും. ഇതിനിടയിൽ നാം മറന്നു പോകുന്നത് ഇന്നത്തെ നമ്മളെയാണ്, നമ്മുടെ സന്തോഷങ്ങളെയും ഇഷ്ടങ്ങളെയുമാണ്. സ്വന്തം ചിന്തകളെയും വികാരങ്ങളെയും ശാരീരിക അവസ്ഥകളെയും പരിസ്ഥിതിയെയും പറ്റിയും എല്ലാം വ്യക്തമായ അവബോധമുണ്ടാകുന്ന അവസ്ഥയാണ് മൈൻഡ്ഫുൾനെസ്. ജീവിതത്തിലെ ചെറിയ നേട്ടങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്തുവാനും ചെറിയ അനുഗ്രഹങ്ങളിൽ തൃപ്തരാകുവാനും പ്രത്യക്ഷത്തിൽ ജീവിക്കുവാനും ഇത് നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവായ ചിന്തകളെയും വികാരങ്ങളെയും മികച്ച രീതിയിൽ നേരിടാനും ഇത് നിങ്ങളെ പ്രേരിപ്പിക്കുന്നു. പ്രകൃതിയുടെ ഭാഗമായി നിങ്ങൾക്ക് ചുറ്റിലുമുള്ള കാഴ്ചകളെയും ഗന്ധങ്ങളെയും ശബ്ദങ്ങളെയും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അറിയാൻ ശ്രമിക്കുകയും ചെയ്യുക. ഓരോന്നിനെയും പൂർണ്ണമായി അറിഞ്ഞതിനു ശേഷം അടുത്തതിലേക്ക് പോവുക. കഴിഞ്ഞ കാലത്തിൻ്റെ ഭാരവും ഭാവിയുടെ ഉത്കണ്ഠയും പേറി നടക്കാതെ ആ നിമിഷത്തിൽ ജീവിക്കാൻ പഠിക്കുക. ഇന്ന് എപ്പോൾ എന്ത് നടക്കുന്നു എന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സ്വയം അംഗീകരിക്കുകയും കരുണയോടുകൂടി സ്വയം പെരുമാറുകയും ചെയ്യുക. മറ്റുള്ളവരോട് കാണിക്കുന്ന കരുണ സ്വയം കൊടുക്കാൻ ശ്രമിക്കുക. ഏതവസ്ഥയിലാണ് താനുള്ളതെന്ന് പൂർണ്ണമായി തിരിച്ചറിയുകയും എന്താണ് ചെയ്യുന്നതെന്ന് ഉൾക്കൊള്ളുകയും ചെയ്യുന്ന മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ കഴിവാണ് മൈൻഡ്ഫുൾനെസ്സിൻ്റെ ആധാരം. അതുപോലെ തന്നെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ അമിതമായി പ്രതികരിക്കുകയോ സന്തോഷിക്കുകയോ ചെയ്യാതെ അതിനെയെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമായി പരിഗണിക്കുമ്പോൾ മനസ്സും ശരീരവും നമ്മളിലേക്ക് കൂടുതൽ അടുക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. മൈൻഡ്ഫുൾനെസ് എന്നത് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും പരിശ്രമത്തിലൂടെ മാത്രമേ അത് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ മാനസികവും വൈകാരികവും ശാരീരികവുമായ ചിന്തകളെയും പ്രവൃത്തികളെയും ഉണർത്തുക എന്നതാണ് മൈൻഡ്ഫുൾനെസ്സിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. മനസ്സിന് ശാന്തി കൈവരിക്കുകയോ ശാശ്വതമായ സമാധാനം കൈവരിക്കുകയോ ഒന്നുമല്ല മൈൻഡ്ഫുൾനെസ്സിൻ്റെ ലക്ഷ്യം. അത് വളരെ ലളിതമാണ്. മുൻവിധികളൊന്നും കൂടാതെ ഇപ്പോൾ കടന്നു പോകുന്ന നിമിഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക മാത്രം മതി. സ്വയം വിലയിരുത്തുന്നതും മുൻവിധികളും സ്വയം പരിശ്രമിക്കുന്നതിനിടയിൽ ഒഴിവാക്കുക. മനസ്സിൽ കുറിച്ചിട്ടതിന് ശേഷം ഈ തോന്നലുകളൊക്കെ കടന്നു പോകാൻ അനുവദിക്കുക. നമ്മുടെ മനസ്സ് നാനാവിധമായ ചിന്തകളിൽ അകപ്പെടുന്നു. പ്രത്യക്ഷത്തിലേക്ക് മനസ്സാന്നിധ്യം കൊണ്ട് എത്തിച്ചേരുന്നതിനുള്ള പരിശീലനമാണ് മൈൻഡ്ഫുൾനെസ്. എന്തൊക്കെ ചിന്തകൾ മനസ്സിലുടലെടുത്താലും സ്വയം വിലയിരുത്തരുത്. മനസ്സ് വഴിമാറി പോകുന്നത് തിരിച്ചറിയാൻ കഴിവുണ്ടെങ്കിൽ അതിനെ തിരികെ കൊണ്ടുവരുവാനും നമുക്ക് സാധിക്കും. ഈ തിരിച്ചറിവുകൾ നമുക്ക് വല്ലാതെ മനസ്സാന്നിധ്യം നേടിത്തരും. നിങ്ങൾക്ക് എവിടെ വെച്ച് എപ്പോൾ വേണമെങ്കിലും മൈൻഡ്ഫുൾനെസ് പരിശീലിക്കുകയും വ്യത്യസ്ത രീതിയിൽ ധ്യാനിക്കുവാനുള്ള അവസ്ഥ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത് തീർച്ചയായും ലളിതമായ ഒരു കാര്യമല്ല. തുടർച്ചയായ പരിശ്രമവും പരിശീലനവും ഇതിനായി നാം നേടിയെടുക്കേണ്ടിയിരിക്കുന്നു. ധ്യാനത്തിലൂടെ ശ്വസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമുക്ക് സാധിക്കുന്നു. അതിലൂടെ ഒരു പരിധിവരെ സ്വന്തം ശരീരവുമായി സംവദിക്കുവാനും സാധിക്കുന്നു. ഇതിലൂടെ ഉടലെടുക്കുന്ന ചിന്തകൾ, വികാരങ്ങൾ, ശബ്ദങ്ങൾ ഇതിലൊക്കെ മനസ്സ് കുടുങ്ങിക്കിടക്കുന്നതായി കണ്ടെത്താം. എങ്കിലും മനസ്സിനെ ഒരു പരിധിവരെ അടക്കി നിർത്താൻ ഇതുകൊണ്ട് സാധിക്കുന്നു. നിങ്ങളുടെ ശ്വസനത്തിൻ്റെ താളത്തിലേക്ക് ചിന്തകളെ കൊണ്ടുവരിക. അവ കടന്നുപോകുന്ന ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തേക്കും ചിന്തകളെ എത്തിക്കാൻ ശ്രമിക്കുക. സ്വന്തം ചിന്തകളെ നിരീക്ഷിക്കുമ്പോൾ അവ വല്ലാതെ അലഞ്ഞു തിരിയുന്നതായി കാണപ്പെടാം. എങ്കിലും അവയോട് മല്ലിടാതെ നിരീക്ഷിക്കാൻ പരിശീലിപ്പിക്കുക. പ്രതീക്ഷകളും മുൻവിധികളും മാറ്റിവെച്ച് തുടർച്ചയായി ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കുന്നു. ഒരു നിമിഷമെടുത്ത് പ്രകൃതിയിലുണ്ടാകുന്ന ശബ്ദങ്ങൾ ശ്രദ്ധിക്കുക. അതിനോട് നിങ്ങളുടെ ശരീരം എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ സ്വന്തം ചിന്തകളെയും വികാരങ്ങളെയും കുറിച്ച് ഒരു വ്യക്തത ഉണ്ടാവുക. പഠനങ്ങൾ പറയുന്നതനുസരിച്ച് മൈൻഡ്ഫുൾനെസ് പരിശീലിക്കുന്നത് ജീവിതത്തിൻ്റെ വിഷമങ്ങളെയും ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളെയും കുറെ കൂടി മികച്ച രീതിയിൽ നേരിടാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നതാണ്. നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള മികച്ച വഴികൾ നിങ്ങൾ പഠിക്കുകയും സമ്മർദ്ദകരമായ സാഹചര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു. സുഹൃത്തുക്കളുമായും കുടുംബങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനും ഇത് നിങ്ങളെ സഹായിക്കുന്നു. വ്യക്തിബോധം വളർത്തുകയും അവബോധം ഉള്ളവരാക്കുകയും ചെയ്യുന്നു. നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ സന്തോഷവും സമാധാനവും കണ്ടെത്തുക എന്നതാണ് ഏതൊരു മനുഷ്യൻ്റെയും ആഗ്രഹവും അവർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും.
അതിനെ ഏറ്റവും ലളിതമായും ആയാസകരമായും മറികടക്കാനാണ് മൈൻഡ്ഫുൾനെസ് നമ്മളെ പരിശീലിപ്പിക്കുന്നത്. നമുക്കുള്ളിലുള്ള നമ്മളെയും ചുറ്റുമുള്ള പലതിനെയും ആഴത്തിൽ അറിയുവാനും മനസ്സിലാക്കുവാനും ഈ അവസ്ഥ കാരണമാകുന്നു. നമ്മളാകുന്ന അവസ്ഥയിൽ സന്തോഷം കണ്ടെത്താനായാൽ ഇന്നലെകളും നാളെകളും നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കാതെ ഇരുന്നാൽ പ്രതീക്ഷകൾക്കും അപ്പുറം ഒരു ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കും.